നിങ്ങളെ ഒരു സൃഷ്ടാവാണ് ഇങ്ങോട്ട് വിട്ടതെങ്കിൽ നിങ്ങളെ ഇങ്ങ് വിട്ടതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ജീവിതകാലത്ത്. എന്നിട്ട് അത് തന്നെ ചെയ്തിട്ട് തിരിച്ചു പോകണം. ഈ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് തിരിച്ചറിയാതെ അങ്ങ് ചെന്ന ആളെയാണ് പിന്നെ നായായിട്ടൊക്കെ ഇങ്ങോട്ട് വിടുന്നത്. ഗവൺമെൻറ് നല്ല മിടുക്കന്മാരായ സംരംഭകർക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് സ്വതന്ത്രമായിട്ട് റിസോർട്ടുകൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ കേരള സ്വർഗമാവും. മാർക്കറ്റിങ്ങിൽ നിങ്ങൾ മിടുക്കനാവണമെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയായിട്ടൊന്നും കൂട്ടണ്ട. ധനം ടൈറ്റൻ ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തെ ഒരു മലയാളിക്കും പ്രത്യേക പരിചയപ്പെടുത്തലൊന്നും വേണ്ടാത്ത, ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. മലയാളികളെ ലോക കാഴ്ചകളിലേക്ക് കൈപിടിച്ച് നടത്തിയ യാത്രകൾ നടത്തേണ്ടതുണ്ട്, യാത്ര ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം, ലോകത്തെ കാഴ്ചകൾ കാണണം എന്നെല്ലാം നമ്മെ പഠിപ്പിച്ച, ആ കാഴ്ചകളിലേക്ക് മലയാളികളെ കൊണ്ടുപോയ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു വേറിട്ട സഞ്ചാരം നടത്താം. നമസ്കാരം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. നമസ്കാരം സാർ. ഒരു ലോകസഞ്ചാരിയാണ്, മാധ്യമപ്രവർത്തകനാണ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ഒരുപാട് പുത്തൻ ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഈ സോഷ്യൽ മീഡിയ എന്നൊരു സങ്കല്പം തന്നെ നമുക്ക് രൂപപ്പെട്ടു വന്നത് അടുത്ത കാലത്താണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാകുമെന്ന് ചിന്തിക്കാൻ ഒരു കാരണവുമില്ല. നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോൾ എൻ്റെ സ്വപ്നം ഓഡിയോ വിഷ്വൽ മീഡിയ എന്നത് തന്നെയായിരുന്നു. അപ്പോൾ വിഷ്വൽ മീഡിയ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ വിതരണം ചെയ്യപ്പെടും, ആളുകളിലേക്ക് എത്തുമെന്ന് നമ്മൾ ആ രംഗത്തിറങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. ദൃശ്യമാധ്യമം, കാഴ്ചയും കേൾവിയും എല്ലാം ചേർന്ന ഓഡിയോ വിഷ്വൽ മീഡിയ തന്നെയായിരുന്നു നമ്മുടെ സ്വപ്ന മേഖല. അപ്പോൾ അത് എങ്ങനെയൊക്കെ എത്തും നമുക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഈ കാഴ്ചയുടെയും അതെങ്ങനെ മനസ്സിൽ കയറിയത്? ഈ അന്ന് 1970കളിൽ ഉള്ളൊരു ബാല്യം, അന്ന് ടി വി ഒന്നും നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരമല്ല. പക്ഷേ ഈ ടെലിവിഷൻ കാഴ്ച, ഈ ലോകം അല്ലേ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും ടെലിവിഷനൊക്കെ ഉണ്ട്. 85, 86 ഒക്കെ ആയപ്പോഴത്തേക്കും കേരളത്തിൽ ടെലിവിഷൻ ആയല്ലോ. അപ്പോഴാണ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം. അപ്പോൾ ആ സമയത്ത് എന്നെ ഭ്രമിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും ടെലിവിഷൻ തന്നെയാണ്. വിഷ്വൽ മീഡിയ ഒരു ഹരമായിട്ട് മനസ്സിൽ കയറിയത് ആ സമയത്താണ്. പിന്നീട് ആ മേഖലയിൽ ആയിരിക്കണം നമ്മളുടെ പ്രവർത്തന മേഖല എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ ആ മാധ്യമം പഠിക്കാൻ തീരുമാനിക്കുന്നതും പഠിത്തത്തിനൊപ്പം തന്നെ പ്രൊഡക്ഷൻ ആരംഭിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു യാത്രാമോഹം തലയിൽ കയറിയത്? എപ്പോഴാണ്? അല്ല, യാത്രയുടെ മോഹം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വളരെ ബാല്യത്തിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ യാത്രയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചില ബന്ധുക്കൾ, എൻ്റെ ഒരു അമ്മാവനൊക്കെ വിദേശത്ത് ജോലി ചെയ്തിരുന്നു. ജോലിയല്ല, അദ്ദേഹം ഒരു വൈദികനായിരുന്നു. അപ്പോൾ അദ്ദേഹം ബ്രസീലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അയക്കുന്ന കത്തുകളും അദ്ദേഹം അവിടുത്തെ വിവരണങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ കത്തുകളിലൂടെ അയച്ചു തരുമ്പോഴൊക്കെ ബ്രസീൽ എന്ന് പറയുന്ന ഈ ഭൂമിയുടെ മറ്റേ വശത്തുള്ള ഒരു രാജ്യത്തിരുന്നുകൊണ്ടാണ് എൻ്റെ അമ്മാവൻ ഈ കത്തയക്കുന്നതെന്നും അവിടുത്തെ ജീവിതം നമ്മുടെ ഇവിടുത്തെ ജീവിതമായിട്ടൊക്കെ വലിയ വ്യത്യാസമുള്ളതാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ പോകണം എന്ന് ഒരു മോഹം ഉള്ളിലുണ്ടായി. പിന്നെ സ്വാഭാവികമായിട്ട് ആ കാലത്ത് ധാരാളം വായിക്കുമായിരുന്നു. ഞങ്ങൾ ആ തലമുറയിലുള്ള ആളുകളൊക്കെ ധാരാളം വായിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ വായനയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് പൊറ്റക്കാടിനെയാണ്, പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. അതും അപ്പോൾ എൻ്റെ കുടുംബത്തിലെ യാത്ര, എൻ്റെ ഒരമ്മാവൻ്റെ വിദേശത്തുള്ള ജോലി, പിന്നെ എൻ്റെ ഒരു കസിന് അക്കാലത്ത് 70s അവസാനമോ 80s ആദ്യമൊക്കെ ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന വിഷ്വൽസ്, കൊണ്ടിരുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ വിഷ്വലുമായിട്ടുള്ള വ്യത്യാസമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിലെ ഫോട്ടോകളൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്, അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഈ പറഞ്ഞ ഒരു ദൃശ്യ സാധ്യത ഇവിടെയൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. പിന്നീടാണ് ഇതെല്ലാം കൂടെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ദിവസം അങ്ങോട്ട് തീരുമാനിക്കുന്നതല്ല, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ മനസ്സിൽ തന്നെ ചില ആശയങ്ങളും നമ്മളെ ലക്ഷ്യങ്ങളും ഒക്കെ രൂപപ്പെടുന്നത് പയ്യാണ്. അങ്ങനെ ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ടെലിവിഷനിലേക്ക് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ തീരുമാനിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ടെലിവിഷന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ആരംഭിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല.
അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്. പക്ഷേ അതല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു തൊഴിൽ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കേണ്ട മേഖല ഏതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു കാലത്ത് സംശയം ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കാഴ്ചയ്ക്ക് ഈ ലോകത്തെ മറ്റുള്ളവരെ കാണിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇതൊക്കെ മലയാളികളെയൊക്കെ കാണിക്കണം എന്നുള്ള ആഗ്രഹം എങ്ങനെയാണ് വന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ആഗ്രഹം എല്ലാ ആളുകളും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം മനുഷ്യൻ കാണണമെന്ന് തന്നെയാണല്ലോ. അപ്പം ഞാൻ ടെലിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ടെലിവിഷനിൽ ഞാൻ വിഷ്വൽ ട്രാവലൊന്നുമല്ല ആരംഭിച്ചത്. ഞാൻ ആരംഭിച്ചത് സാധാരണ ടെലിവിഷൻ ഡോക്യുമെൻ്ററികളും സീരിയലുകളും ടെലിഫിലിമുകളും ഒക്കെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു സീരിയൽ ചെയ്തു. സീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നൊരു സീരിയലല്ല. എനിക്ക് പക്ഷേ അതിനുള്ള സമയം ദൂരദർശൻ തന്നത് കാർഷിക പരിപാടിയുടെ സമയത്താണ്. അപ്പോൾ ഈ കാർഷിക പരിപാടി ചെയ്താൽ മനുഷ്യനൊന്നും കാണില്ല എന്ന് എനിക്ക് തോന്നി. പകരം ഈ കാർഷിക പരിപാടി എങ്ങനെ ഒരു ഫിക്ഷൻ ആക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാനൊരു സാങ്കല്പിക ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളെ ഉണ്ടാക്കി, അതിലൊത്തിരി തമാശകളും അത്ഭുതങ്ങളും ഉണ്ടാക്കി. അതിലൂടെ കൃഷിയുടെ ചില ടെക്നിക്കുകളും കൃഷിയിലെ ചില മാറ്റങ്ങളും ഒക്കെ ഇവരുടെ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവന്ന്, ഇതൊരു കാർഷിക പരിപാടിയാണെന്ന് ചോദിച്ചാൽ കാർഷിക പരിപാടിയാണ്, എന്നാൽ ഒരു എൻ്റർടൈനർ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയാക്കി മാറ്റി. അങ്ങനെ കുറേ എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ചിത്തിരപ്പുരത്തെ വിശേഷങ്ങൾ എന്നായിരുന്നു ആ സീരീസിൻ്റെ പേര്. അപ്പം അതുപോലെയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തത്. അതുപോലെ തന്നെ മാലുവിൻ്റെ ലോകം എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഒരു പരിപാടി ചെയ്തു. ഈ കുട്ടികളുടെ ഒരു എപ്പിസോഡല്ല, പല എപ്പിസോഡുകളായിട്ട്. അത് ഈ പറഞ്ഞ ഒരു മാഗസിൻ പ്രോഗ്രാം, കുട്ടികളുടെ ഒരു മാഗസിൻ എടുത്താൽ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. അതിനകത്ത് കഥ പറച്ചിലുണ്ട്, അത്ഭുതങ്ങളുണ്ട്, വിചിത്ര ജീവിതം നയിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു മാഗസിൻ പ്രോഗ്രാമായിട്ടാണ് അത് ചെയ്തത്. അപ്പം അന്നും വ്യത്യസ്തമായ പരിപാടികൾ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇതൊന്നും ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റിയ നിർമ്മിതികളല്ല. ചരിത്രം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണം അവിടെ. അങ്ങനെ സിഗ്നേച്ചറുള്ളൊരു പരിപാടി കേരളത്തിൽ എന്തായിരിക്കണം? നമ്മളാണ് അത് തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ കഴിയണം. ലോകത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു പരിപാടിയായിരിക്കണം ചെയ്യേണ്ടത്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി എനിക്ക് ഒരിക്കലും ഒരു കാലത്ത് തന്നെ ആകർഷിച്ചിട്ടില്ല. എല്ലാവരും സീരിയൽ ചെയ്യുന്നെങ്കിൽ ആ പുറകെ പോകലല്ല എൻ്റെ ജോലി. എല്ലാവരും ഏതെങ്കിലും പ്രസിദ്ധീകരണം നടത്തുന്നുണ്ട്, അതല്ല എൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ഞാനൊരു ഇങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എന്തുകൊണ്ട് ഈ ട്രാവലിനെ നമുക്ക് ടെലിവിഷനിലേക്ക് കൊണ്ടുവന്നുകൂടാ? അക്ഷരങ്ങളിലൂടെ പുസ്തകങ്ങളിൽ വായിക്കുന്ന ഈ സഞ്ചാരം അല്ലെങ്കിൽ യാത്രാവിവരണം നമുക്ക് ടെലിവിഷനിലൂടെ നമുക്ക് യാത്രാവിവരണമായി മനുഷ്യന് വീട്ടിലിരുന്ന് ലോകരാജ്യങ്ങൾ കാണാവുന്ന രീതിയിലാക്കാം. അങ്ങനെ വന്നതാണ്. ഈ കഥകളൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അതിൽ പറയുമ്പോൾ എനിക്ക് വലിയ പുതുമയൊന്നുമില്ല. എങ്കിലും ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ. അതെങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ മുന്നോട്ട് നടക്കാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പ്രചോദനം, ഇതിനെയൊക്കെ മറികടക്കാനുള്ള? അല്ല, ഇത് നമ്മൾക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തനിച്ചുള്ള ഒരു സമൂഹത്തിൽ, ഇപ്പം ഞാൻ ബോംബെയിലോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഈവൻ കൊച്ചിയിലോ പോലുമാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ട് അത് പരാജയമാണെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോയി അടുത്തൊരു രംഗത്തേക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ മരങ്ങാട്ടുപള്ളിയൊരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്, അവിടെ നിന്നാണ് പരിപാടികൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തുടങ്ങിയ ഒരു പരിപാടി നിങ്ങൾക്ക് വിജയിപ്പിച്ചേ പറ്റൂ. അതിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ അറിയുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാം. നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ വലിയൊരു സമൂഹത്തിന് നടുക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊരു ചെറിയ വിപ്ലവകരമായ ഒരു പുതിയൊരു പ്രവർത്തനം ആരംഭിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ തീരുമാനിക്കുക, അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ നമ്മളോട് ചെയ്യാൻ പോകുന്നത് സംശയത്തോടു കൂടിയ ഒരു പരിഹാസമായിരിക്കും. ഇവനിപ്പോൾ അത്ഭുതം കാണിക്കും. കാരണം ഞാനിത് ആരംഭിക്കുന്ന 90s അവസാനം 97 വിദേശയാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. ചില മന്ത്രിമാരൊക്കെയാണെന്ന് വിദേശയാത്ര നടത്തുന്നത്. സാധാരണക്കാർ കുറേ പേരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് അധികം അമേരിക്കയിലോ യൂറോപ്പിലൊന്നും പ്രവർത്തിക്കുന്നവരന്നില്ല. 90s അധികം ആൾക്കാരില്ല. ചിലരൊക്കെ പയ്യെ പോയി തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം യൂറോപ്പ്, അമേരിക്ക എന്നൊക്കെ പറയുന്ന അത്ഭുത ദേശങ്ങളെ നിരന്തരം സഞ്ചരിച്ച് ടെലിവിഷൻ പരിപാടിയാക്കി കൊണ്ടുവന്ന് ടി വിയിലൂടെ നമ്മളെ നിരന്തരം ഒരു സീരിയൽ പോലെ കാണിക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് മനുഷ്യൻ വിശ്വാസം വരില്ലെന്ന് മാത്രമല്ല, ആ പറഞ്ഞവനെ പരിഹസിച്ച് അവൻ ഇനി ഒരിക്കലും തലപൊക്കി നടക്കില്ല എന്ന അവസ്ഥയിലാക്കുന്ന നാട്ടുകാർ. അവിടെ നമുക്ക് വാശി കൂടുകയാണ്, ഇതെങ്ങനെയും ചെയ്തേ പറ്റൂ. അപ്പോൾ ഓരോ പരാജയവും കഴിയുമ്പോൾ നമ്മുടെ വാശി കൂടുകയാണ്, ഇതെങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും. ഇട്ടിട്ട് പോവുകയല്ല, ഇത് വിജയിപ്പിച്ച് കാണിച്ചിട്ടേ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുന്നുള്ള വാശി വരും. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് നമ്മളെ വാശി പിടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം വരുന്നത്. കുറേ നാൾ ഒരു കാര്യത്തിന് വേണ്ടി പണവും മുടക്കി അധ്വാനവും നടത്തിയിട്ട് വിജയിച്ചേ പറ്റൂ നമുക്ക്. എന്നാൽ നിങ്ങളെ അറിയാത്ത നാട്ടുകാരുള്ള ഒരു രാജ്യത്ത് ഒരു പട്ടണത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതാരും അന്വേഷിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരെണ്ണം തുടങ്ങി നിർത്തി, അടുത്തത് തുടങ്ങി, അതും പൂട്ടി,
ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല. എന്തെങ്കിലും തുടങ്ങിയാൽ വിജയിപ്പിച്ചില്ലെങ്കിൽ അവൻ്റെ മേലെ ഒരു ബ്രാൻഡ് കുത്തും, തൊട്ടതെല്ലാം പരാജയപ്പെടുത്തിയ ആൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പുറകിൽ നാട്ടുകാരുണ്ടല്ലോ ഓടിക്കാൻ, അപ്പോൾ നമ്മൾ ഓടുകല്ലേ. ഈ ആശയത്തിന് താങ്കൾക്ക് പഞ്ഞമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫണ്ട്, പണം വേണ്ടേ എന്തിനും ഒരാശയം തരുമ്പോഴാണെങ്കിൽ, ഈ പണം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ പണം ഇപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്, സഫാരി പോലൊരു ചാനൽ പരസ്യമില്ലാതെ എങ്ങനെ കൊടുക്കുന്നത്, അതിന് പൈസ എങ്ങനെ ഉണ്ടാകുന്നത്? ഇതാ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്തെ വലിയ സംരംഭങ്ങളിൽ പലതും എങ്ങനെയാണ് ആ സംരംഭമായി മാറിയതെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പുറകോട്ട് നോക്കൂ. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും ഹിറ്റായ ഒരു പ്രസ്ഥാനമാണ് എഡ്യൂക്കേഷൻ മേഖലയിലെ ബൈജൂസ് ആപ്പ്. ഈ ബൈജു രവീന്ദ്രൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പൈസ കൊണ്ടാണോ ഇന്നത്തെ ഇത്രയും വലിയ കോടീശ്വരനായത്? ആശയങ്ങളല്ലേ അയാളെ അവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ഈ ആശയങ്ങൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പണം നിങ്ങളെ തേടി വരുന്നൊരു സാഹചര്യം എത്തും. ഇപ്പോൾ സഞ്ചാരം പോലുള്ള പരിപാടി ആരംഭിക്കുമ്പോഴും എൻ്റെ ഏത് മേഖല പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തുടക്കം വളരെ ചെറുതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ള പണം, ഇപ്പം സഞ്ചാരം ആരംഭിക്കുന്ന കാലത്ത് എൻ്റെ അത്രയും പണം, സഞ്ചാരത്തിന് ഞാൻ മുടക്കി അത്രയും പണം മുടക്കാൻ കഴിയുന്ന ഒരു 1000 പേരെങ്കിലും മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ പഞ്ചായത്തിലുണ്ട്. അവരിൽ ആ 1000 പേരിൽ ഒരാൾ പോലും അങ്ങനെ ഒരു പരിപാടിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഞാൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഞാനായത്. അതാണ് കാര്യം. അതായത് മരങ്ങാട്ടുള്ളിക്കാർക്ക് ആർക്കും ഇല്ലാത്ത പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. എൻ്റെ അത്രയും പണം, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ സഞ്ചാരത്തിൻ്റെ ആദ്യത്തെ യാത്ര നേപ്പാളിലേക്കായിരുന്നു. അതിന് ഞാൻ മുടക്കിയത് 6500 രൂപയാണ്. 97-ൽ 6500 രൂപ മുടക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്? മീൻസ് ഒരു മധ്യവർഗ സമൂഹത്തിൽ. എന്നിട്ട് അവരാരും എന്തുകൊണ്ടൊരു ക്യാമറയായിട്ട് പോയി സഞ്ചാരം ചെയ്തില്ല? അതാണ് ചോദ്യം. അപ്പോൾ പൈസയല്ല ഇതിനകത്തെ പ്രശ്നം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്ത് ചെയ്താൽ നിങ്ങൾ എവിടെ എത്തും എന്ന് നിങ്ങൾക്കറിയില്ല. അതാണ് പ്രശ്നം. ഈ എത്താൻ പറ്റാത്ത ആളുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല. ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്രയോ ചെറുപ്പക്കാരെ സഫാരി ചാനലിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചവർ, ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചവർ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ചവർ, ആ വീട്ടിൽ നിന്ന് പൈസ എടുത്തും പറമ്പ് വിട്ടിട്ടും അല്ല ഇവരൊന്നും ഇന്ന് സഞ്ചരിക്കുന്നത്. നിങ്ങൾ യൂട്യൂബുകൾ വ്ളോഗുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒന്നെങ്കിൽ യൂട്യൂബിലൂടെ കിട്ടുന്നവർ തന്നെ, അതല്ലെങ്കിൽ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ആളുകളെ പരിചയപ്പെട്ട് അവരുടെ ബൈക്കിൻ്റെ പിന്നിൽ, ലോറിയുടെ പുറകിലൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്ത് ഏഷ്യയിലെ പ്രധാന രാജ്യങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. അവരൊക്കെ സഫാരി വന്ന് എങ്ങനെ അവർ യാത്ര ചെയ്യുന്ന കഥ പറയുന്നതാണ്. സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ ചുറ്റിയ ആളുകളുണ്ട്. നിസാര പൈസയായിട്ട് പോകുന്നു, ചെല്ലുന്ന എല്ലാ നാട്ടിലും നാട്ടുകാർ അവരെ സഹായിക്കുന്നു. അല്ലെങ്കിൽ എന്തിനേറെ കാശ്മീർ വരെ ചായ വിറ്റ് സഞ്ചരിച്ച് തിരിച്ചു വന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ കഥ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കുകയും ദേഹം അനങ്ങാൻ പറ്റുകയും ഇല്ല, ഒരു റിസ്ക് എടുക്കാനും കഴിയില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരാൾ കണ്ടുപിടിക്കുന്ന ന്യായമാണ് പൈസ ഇല്ല, ഇതൊന്നും നടക്കുകയില്ല, പൈസ ഉള്ളതാണ് നടക്കുന്നതെന്ന്. അല്ല, ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ പൈസ ഉണ്ടാകുന്നത്. ഇറങ്ങുമ്പോൾ നിങ്ങളെ അന്വേഷിച്ച് പൈസ വരും. ഈ യാത്ര ചെയ്ത ഒരാളും പറയില്ല, അവർ കേരളത്തിലെ കോടീശ്വരന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കൂ, കേരളത്തിലെ യാത്ര ചെയ്തവരുടെ ഒരു ലിസ്റ്റ് എടുക്കൂ. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാവും ഈ കോടീശ്വരന്മാരൊന്നും അല്ല യാത്ര ചെയ്തതെന്ന്. യാത്ര ചെയ്തൊക്കെ പൈസ ഇല്ലാത്തവരെങ്ങനെ? ഇവിടെ ഒരു മോഹന എന്ന് പറയുന്ന ഒരു സ്ത്രീയും വിജയേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഈ അടുത്തകാലം മരിച്ചവരും, അവരുടെ സാമ്പത്തിക സ്ഥിതിയാണോ? അവരെത്ര രാജ്യത്ത് പോയി? ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അവരുടെ ഒരു 10,000 ഇരട്ടി പൈസ കയ്യിലുള്ള എത്രയോ സമ്പന്നർ അവർ പോയി അതിൻ്റെ 10-1 സ്ഥലങ്ങളിൽ പോകാത്ത കാണാത്തതുകൊണ്ട്. അവരുടെ ഒരൊറ്റ ഉദാഹരണം പോരെ ഈ ചോദ്യം നിഷ്പ്രഭമായും പോരാൻ. അവരുടെ ഒരൊറ്റ ഉദാഹരണം പോരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതുതന്നെ എനിക്കും പറയാനുള്ളൂ. ഒരു ക്യാമറയും കയ്യിലെടുത്താണല്ലോ പോയത്. അന്നിങ്ങനെ ക്രൂ ഒന്നുമില്ല. ഓരോ സ്കില്ലും സ്വയം പഠിച്ചെടുത്തതാണ്. എങ്ങനെയാണ് ഈ സ്കിൽ സെറ്റ് കൂട്ടിക്കൊണ്ടിരുന്നത്? അല്ല, സ്കിൽ സെറ്റ് നമ്മളിത് ആർക്കും വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഇത് എൻ്റെ മുമ്പിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ഉത്തരവുണ്ടല്ലോ, ഞാനൊരു സംരംഭം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞു, അത് ചെയ്തേ അടങ്ങും. ഞാനങ്ങനെ ലക്ഷ്യം ഇട്ടത് പരാജയപ്പെട്ട് എനിക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ എത്ര പണം ഉണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ കയ്യിൽ 6500 രൂപയേ ഉള്ളൂ നേപ്പാളിൽ പോയി ചിത്രീകരിച്ചിട്ട് വരാൻ. 6500 രൂപയെ കൊണ്ട് 5 പേരെയും കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ 35,000, 40,000, 45,000 രൂപ വേണം. എന്നാൽ ഞാൻ തനിച്ചാൽ പോകുന്നെങ്കിൽ എനിക്ക് 6500 രൂപ മതി. അപ്പം ഞാൻ തനിച്ച് പോകുമ്പോൾ എനിക്ക് ഈ പണികളെല്ലാം അറിയാമെങ്കിൽ എനിക്ക് 6500 രൂപ കൊണ്ട് പോയിട്ട് വരാം. എനിക്ക് ആ പണികൾ അറിയില്ല. ഇപ്പോൾ എനിക്ക് ക്യാമറ ഓപ്പറേഷൻ അറിയില്ലെങ്കിൽ എനിക്കൊരു ക്യാമറമാനെ കൊണ്ടുപോകണം. ഞാൻ എഗെയിൻ ഒരു 6500 രൂപയും കൂടെ കണ്ടുപിടിക്കണം അയാൾക്കുള്ളത്. കൂടാതെ അയാളുടെ മറ്റ് ചിലവുകൾ, അയാൾ എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല ആഗ്രഹങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് ഷോപ്പ് ചെയ്യേണ്ടി വരും, കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും, അയാൾക്ക് ചിലപ്പോൾ 2 ദിവസം കൂടെ താമസിക്കേണ്ടി വരും, ചിലപ്പോൾ ഡിലേ ആകും. അപ്പോൾ അയാൾ പറയുകയാണ് ക്യാമറ ചുമക്കാൻ വേറൊരാളെ എനിക്കൊരു സഹായം കൂടെ വേണമെന്ന് പറഞ്ഞാൽ 3ാമതൊരാളെ ഞാൻ കൊണ്ടുപോകേണ്ടി വരും.
ഇവിടെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേറൊരാളെ കൊണ്ടുപോകണം ഈ യാത്രയുടെ എന്ന് വെച്ചാൽ 4മതൊരാളെ ഞാൻ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ പഠിച്ചത് മാധ്യമപ്രവർത്തനമാണ്. എന്തിനാണ് ഞാൻ പഠിച്ചത്? ഈ പറഞ്ഞ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ പഠിക്കുക, ആ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുകയും ചെയ്തത് എന്തിനാണ് ഞാൻ പിന്നെ? ഈ പണിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണി പഠിച്ചത് കൊണ്ടാണ് എനിക്ക് സഞ്ചാരം ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് 1997 മുതൽ സഞ്ചാരം എന്നൊരു പരിപാടി ലോകയാത്ര നടത്തി എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ആളുകൾ അതേപോലെ എഫേർട്ട് എടുക്കാനും സ്ട്രെയിൻ എടുക്കാനും തയ്യാറാവുന്നതുകൊണ്ടാണ് അക്കാലത്തൊന്നും മറ്റൊരു സഞ്ചാരം ഉണ്ടാകാതിരുന്നതും. അല്ലായിരുന്നെങ്കിൽ എത്രയോ സഞ്ചാരങ്ങൾ ഉണ്ടായേനെ. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഈ എപ്പോഴും ഈ ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ വീട്ടിലോ അപ്പനോടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ? ഞാൻ അപ്പനോടൊന്നും പറയാറില്ല, അതാണ് പ്രത്യേകത. ഞാൻ എൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ പൊതുയോഗം വിളിച്ചു കൂട്ടി ഒരു കാര്യം പറയാറില്ല. കാരണം എൻ്റെ ഏത് തീരുമാനവും ഉദ്ഘാടനത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും പറയും, ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ പോവാണ്, ഇന്ന ദിവസം എൻ്റെ ഉദ്ഘാടനമാണ്, വരണം. അവർ ആ ഉദ്ഘാടന ചടങ്ങിൽ വരും, പങ്കെടുക്കും, അനുഗ്രഹിക്കും, തിരിച്ചു പോകും. ഇത്രേ അവിടെ നടക്കാറുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ ചർച്ച ചെയ്തിട്ട് ഒരു പ്രോജക്റ്റും തുടങ്ങിയിട്ടില്ല. ഞാൻ എത്രയോ സംരംഭങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കേരള പാലസ് എന്ന് പറഞ്ഞൊരു ഹെറിറ്റേജ് സെൻറ്റർ ആരംഭിച്ചു. ഇതൊന്നും സ്ഥലം വാങ്ങുമ്പോഴോ കെട്ടിടം പണിയുമ്പോഴോ ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ഡ്രീമാണ് ഞാൻ നടപ്പാക്കുന്നത്. ചിലപ്പം വിജയിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം. വിജയിച്ചില്ലെങ്കിൽ, പരാജയപ്പെട്ടില്ലെങ്കിൽ ഇവരോടെല്ലാം ആദ്യം കൊട്ടിഘോഷിച്ചിട്ട് പിന്നെ പരാജയമായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. പരാജയങ്ങളെ പേടിയുണ്ടോ? പേടിയല്ല, പരാജയപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതാണ് കാര്യം. പരാജയപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും? ഇഷ്ടം പോലെ, എത്രയോ പ്രോജക്റ്റുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നത്? അത് ഞാൻ വിചാരിക്കും എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും എല്ലാ പ്രോജക്റ്റുകളും വിജയിക്കണമെന്ന് ഉറപ്പില്ല. നമ്മൾ ചില പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഞാൻ നടത്തിയതെല്ലാം പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണം എന്ന് പേര് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനാരും പരീക്ഷണമൊന്നും പരിധിയില്ലല്ലോ. ടെസ്റ്റ് ഫ്ലൈറ്റ്, വിമാനത്തിൻ്റെ ഒരു പുതിയ മോഡൽ ഇറക്കി കഴിഞ്ഞാൽ ടെസ്റ്റ് പൈലറ്റുകളുണ്ട്. ടെസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്നത് വലിയ തുകയ്ക്ക് ലൈഫ് ഇൻഷുർ ചെയ്തിട്ട് വിമാനം പറത്താൻ കയറുന്നവരാണ്. ഈ വിമാനം പറത്തുന്നതിൽ റിസ്ക് ഉണ്ടെന്നുള്ളത് കൊണ്ടല്ലേ ഈ വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അവരെ ടെസ്റ്റ് പൈലറ്റ് എന്ന് പേരെടുക്കുന്നത്. അതുകൊണ്ടല്ലേ അവർ ഇത്രയും കോസ്റ്റ്ലി ആവുന്നത്. അപ്പോൾ ആ റിസ്ക് എടുക്കലാണ് അവൻ്റെ തൊഴിൽ. എന്നാൽ എല്ലാ റിസ്ക്കും മാറി ഒരു വിമാനം പറത്താൻ ടെസ്റ്റ് പൈലറ്റിൻ്റെ ആവശ്യമില്ല. അവർ അത്രയും വലിയ ഹ്യൂജ് ഇൻഷുറൻസ് വേണ്ട, അത്രയും വലിയ ഫീസ് കൊടുക്കണ്ട. അപ്പം ഞാനൊരു ടെസ്റ്റ് പൈലറ്റാണ്. ഞാൻ ഏത് കാര്യവും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അത് വിജയിക്കാൻ സാധ്യതയുണ്ട്, പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. വിജയിച്ചാൽ എനിക്ക് അത്രയും റിവാർഡ് കൂടുതൽ കിട്ടും. ആ റിവാർഡാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് സൂത്രപ്പണി കൊണ്ട് കിട്ടിയതല്ല. ഈ ടെസ്റ്റ് പൈലറ്റിൻ്റെ ജീവൻ പണയം വെച്ചുള്ള കളിയാണ് ഞാൻ കളിച്ചത് മുഴുവൻ. ഈ 1996-97 ലേബർ ഇന്ത്യയുടെ ഉത്തരവാദിത്തം അപ്പൻ തരുന്നതല്ലോ. അന്നേരം കുറെ കടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അപ്പോൾ ആ കാലഘട്ടം? അല്ല, ഞാൻ ലേബർ ഇന്ത്യയുടെ ഒപ്പം വളർന്നയാളാണ്. അതായത് ലേബർ ഇന്ത്യ വളരുമ്പോൾ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രസ്സിലാണ് എൻ്റെ പകുതി സമയവും സ്പെൻഡ് ചെയ്യുന്നത്, പഠനം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അന്നും ഇന്നും ഒക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏത് ടെക്നോളജിയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ചും പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി എങ്ങനെയാണെന്നും അതിൻ്റെ ലാഭനഷ്ടങ്ങൾ എവിടെയൊക്കെയാണെന്നും എനിക്കൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്ക് നല്ല തറവായി. അതിൻ്റെ ഓരോ പ്രിൻറ്റിങ് മെഷീൻ്റെ സൈസ്, അതിൻ്റെ കട്ട് ഓഫ് സൈസ്, അതിൻ്റെ കട്ട് ഓഫ് സൈസിൽ വേരിയേഷൻ വന്നാൽ നമുക്കുണ്ടാകാവുന്ന ലാഭം. ഇപ്പോൾ 546 കട്ട് ഓഫും 562 കട്ട് ഓഫും അല്ലെങ്കിൽ 572 കട്ട് ഓഫും ഉള്ള പ്രസ്സുകൾ പലയിടത്തുമുണ്ട്. അപ്പം ഫാദർ ഏതെങ്കിലും ഒരു പ്രസ്സിൽ പ്രിൻറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന പ്രസ്സിൽ പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് 1 ലോഡ് പേപ്പർ എടുക്കുമ്പോൾ അതിനകത്ത് 1 ടണ്ണ് നമുക്ക് സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അത് കട്ട് ഓഫ്, അതായത് ഒരു പേപ്പർ റീല് കയറ്റി വിടുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് സൈസ് ഇത്തിരി കുറയുന്നത് കൊണ്ട് 2 സെൻറ്റിമീറ്റർ കുറയും. അപ്പോൾ ഓരോ മാസികയിലും നമുക്ക് ഓരോ ഫോറത്തിലും 2 സെൻറ്റിമീറ്റർ വീതം കുറയുമ്പോൾ ഉണ്ടാകുന്ന ലാഭം ഇത്രയാണെന്ന് കണക്ക് കൂട്ടിയെടുത്ത് പറയും. പക്ഷേ ഫാദർ അങ്ങനെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല ബന്ധം കാണിക്കുന്ന ഒരു പ്രസ്സിന് കൊണ്ടുപോയി കൊടുക്കും. അവിടെ ഞാൻ പറയും, അതല്ല, നമുക്ക് ഇവിടെ കൊടുത്താൽ ഇങ്ങനെ ലാഭം ഉണ്ടാകും, അത് 1 വർഷം കഴിയുമ്പോൾ ഇത്ര കോടി രൂപയുടെ ലാഭമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മൈന്യൂട്ട് ആസ്പെക്ട്സ് ഞാൻ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പ്രിൻറ്റിങ്ങിൻ്റെയും അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒക്കെ കാര്യത്തിൽ മൈന്യൂട്ട് ശ്രദ്ധ ഞാൻ പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇപ്പം അക്കാലത്ത് നഷ്ടത്തിലേക്ക് പോയത് ഒന്ന് തുടങ്ങിയ ഉടനെയുള്ള പ്രസ്ഥാനം, പിന്നെ 2 എൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഹീസ് എ വെരി ഗുഡ് എഡ്യൂക്കേഷനിസ്റ്റ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, നല്ലൊരു അധ്യാപകനാണ്. അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡായ ഒരു ബിസിനസ്സുകാരനാണെന്ന് അദ്ദേഹം പോലും സമ്മതിക്കില്ല. ബിസിനസ്സിൽ ഉള്ള ഒരു ഡിസിപ്ലിൻ അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ഒരു അധ്യാപകൻ്റെ തുല്യമായ ഒരു വാത്സല്യത്തോടെ എല്ലാ മനുഷ്യരെയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും വളരെ ലൂസായി പോകും. അത് സ്വാഭാവികമാണ്. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ വലിയ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, ഈ പണി നിനക്കാ പറ്റുന്നത്, നീ അത് നടത്തിക്കോ, എനിക്ക് പറ്റുന്ന അധ്യാപകൻ എന്ന ജോലി, അതുകൊണ്ട് ഞാൻ സ്കൂളൊക്കെ ആയിട്ട് ഞാനങ്ങ് മാറിക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പറഞ്ഞ വലിയ ഹെവി ആയിട്ടുള്ള ബാധ്യതകൾ നിൽക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞു പക്ഷേ പ്രസ്ഥാനം എടുക്കുന്ന ഈ ബാധ്യതകളെല്ലാം തീർത്തോണം, അതെല്ലാം നിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്കറിയാതെ തീർക്കാൻ എങ്ങനെ പറ്റുമെന്ന്, കാരണം ലേബർ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും അതിനെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും അതിലെവിടെയാണ് പാളിച്ചകൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഞാനത് ആ പറഞ്ഞ പോലെ തന്നെ ഒരു 6-7 വർഷം കൊണ്ട് അതിനെല്ലാം റിക്കവർ ചെയ്ത് അതിനെല്ലാം ഓവർകം ചെയ്തെടുത്തു. അതിൻ്റെ ഒരു 4-5 ഇരട്ടി സർക്കുലേഷനിലേക്കൊക്കെ ആ കാലത്ത് വളർത്താനും കഴിഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമ്മളതിൽ ജനിച്ചു വളർന്നയാളാണ്. അവിടുത്തെ ഓരോ എംപ്ലോയിയുടെ പോലും മനഃശാസ്ത്രം എനിക്കറിയാം. കാരണം ഫാദർ ഈ കമ്പനിയുടെ ഒരു ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവരുടെ ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇവരുടെ സ്ട്രെങ്തും വീക്ക്നസ്സും ഒക്കെ ഇവരുടെ ഒപ്പം കൂടെ നിൽക്കുന്നതിനാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ഒരു സാധാരണ മനുഷ്യനെ അപ്പുറം സാധാരണ മനുഷ്യനായിട്ട് പ്രവർത്തിക്കുമ്പോൾ പോലും നമ്മൾ ഡിഫറൻ്റായ ആംഗിളിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും പോലും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളത്, എൻ്റെ പ്രായത്തിലുള്ള സ്റ്റുഡൻസിന് ഇഷ്ടമുള്ള വിഷയങ്ങളായിരുന്നില്ല എൻ്റെ വിഷയങ്ങൾ. എനിക്കതിനേക്കാൾ വളരെ ഉയർന്ന പ്രായത്തിലുള്ള ആളുകളുടെ വിഷയങ്ങളായിരുന്നു ഞാൻ അപ്പോഴും ചർച്ച ചെയ്തിരുന്നതും ചിന്തിച്ചിരുന്നതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും. ഇപ്പോൾ കോളേജിൽ പോലും ബാലിശമായ കലാപരിപാടികളും അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാർ മുഴുവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാണമില്ല ഇതൊക്കെ കാണിക്കാൻ എന്നുള്ള മട്ടിൽ. കാരണം നമ്മൾ കുറച്ചും കൂടെ ഒരു മച്യൂറായ രീതിയിൽ പെരുമാറണം എന്ന് ചിന്തിച്ച ഒരാളാണ്. അപ്പം ആ ഒരു വ്യത്യാസം എൻ്റെ ചിന്തകളിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു പ്രായത്തിന്? അത് ഓരോരുത്തരുടെ നേച്ചറല്ലേ, അത് പ്രത്യേകിച്ച് പരിശീലനം കൊണ്ടൊന്നുമല്ല. ഞാൻ ബാല്യകാലം മുതൽ തന്നെ പൊതുവേ ഞാനൊരു അന്തർമുഖത്തുള്ള ഒരാളാണ്. അന്തർമുഖത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവനിലേക്ക് തന്നെ ആയിരിക്കും ഒതുങ്ങി നിൽക്കുക. എല്ലാവരോടും എപ്പോഴും കാണുമ്പോഴെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ചിന്തകളുടെ ഒരു ലോകത്തായിരിക്കും. നമ്മളിങ്ങനെ ഇതിങ്ങനെ പോയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാത്ത, അതിങ്ങനെയല്ല ഇങ്ങനെ, നമ്മളിങ്ങനെ ചിന്തകളുടെ ലോകത്താണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം, ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം, 10 പേരോട് വർത്തമാനം പറഞ്ഞ സമയം കളയുന്ന സമയമല്ല. അപ്പം സോഷ്യലൈസേഷൻ്റെ സമയം മുഴുവൻ നമ്മൾ ഈ ഓരോ ഡ്രീമുകൾ, നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ, ഇതിനെങ്ങനെ സൊല്യൂഷൻ എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നത്, ഉള്ളിലേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് നമ്മളിതിനെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടായ ഒരു സ്വഭാവ പ്രത്യേകതയായിരിക്കും അത്. പക്ഷേ ഇപ്പോൾ താങ്കൾ സംസാരം കൊണ്ട് ആയിരങ്ങളെ പിടിച്ചിരുത്തുന്നുണ്ട്. താങ്കളുടെ സംസാരം എത്രയോ പേര് യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇതെങ്ങനെ ജന്മസിദ്ധമായിട്ടുണ്ടായിരുന്നു, പിന്നീട് വളർത്തിയെടുത്തത്? അല്ലല്ല, അതൊക്കെ ആക്സിഡൻ്റല്ല. ഞാനിപ്പോഴും ഇപ്പോൾ ഞാൻ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെന്നെ കണ്ടില്ല, ഞാൻ നിങ്ങളെയും ശ്രദ്ധിച്ചില്ല, ഞാൻ എൻ്റെ ഒരു ലോകത്തായിരിക്കും. അതാണ് കാര്യം. വേറെ ചിലരാണെങ്കിൽ ഇപ്പം നിങ്ങളവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഓളം ഉണ്ടാക്കിയായിരിക്കും കയറി വരിക, നിങ്ങൾ കണ്ടിരിക്കും. അതാണ് ഞാൻ വേറെ പലരുമായിട്ടുള്ള വ്യത്യാസം. ഞാനിപ്പോഴും ഒരാളുടെ അടുത്ത്, ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ഞാനൊരു എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റി തൊട്ടപ്പുറത്തെ ഒരു സീറ്റിൽ അവിടെ വന്നിരുന്നു എന്നിരിക്കട്ടെ, ഒരു VIP ലോഞ്ചിലിരിക്കുകയാണ്, എയർപോർട്ടിലെ ലോഞ്ചിൽ, ബിസിനസ് ക്ലാസ് ലോഞ്ചിലിരിക്കുകയാണ്. അത് എന്നാൽ അവിടെ വേറെ അധികം ആളുകളില്ല. നമുക്ക് ഏറ്റവും നല്ല അവസരം, വേണേൽ പോയി ഒന്ന് പരിചയപ്പെടാം, നമുക്ക് ഇന്നയാളാണെന്ന് പരിചയപ്പെടാം. ഞാൻ 2 തവണ ചിന്തിക്കും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ അവിടെ ഇരിക്കുകയാണ്, ഞാൻ പോയി പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? അമിതാഭ് ബച്ചനായിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ സന്തോഷത്തോടുകൂടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു വിമാനം ഫ്ലൈറ്റ് കഴിയുന്നിടം വരെ പോലും ഓർത്തിരിക്കാനും പോകുന്നില്ല. അദ്ദേഹം സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ എൻ്റെ ലോകത്തിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിരീക്ഷിക്കും, അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളെ കാണും. അല്ലാതെ ഇടിച്ചു കയറി സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, ആ സൗഹൃദങ്ങളുടെ പുറകെ നിരന്തരം പുറകെ നടക്കുക. ഞാൻ എത്രയോ ലോകരാജ്യങ്ങളിലൂടെ പോയി എത്രയോ ഷോർട്ട് ടൈം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിലനിർത്താനൊന്നും ഞാൻ പോകാറില്ല. പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത യാത്രയിലേക്ക്, അടുത്ത പദ്ധതികളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അത് വേറെ കാര്യം കൊണ്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഒരു അന്തർമുഖത്വം ഉണ്ടല്ലോ, നമ്മൾ ഉൾവലിയുന്ന സ്വഭാവമുള്ള, ഇടിച്ചു കയറി ആളുകളെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അത് ഞാനൊരു പരിപാടിയിൽ, ഇപ്പം ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് തന്നെ, എന്നെ പരിപാടിക്ക് വിളിച്ചിട്ടുള്ളവർക്കറിയാം, അവരും സാഹികെട്ടും മടുത്ത് കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തോ ഏതെങ്കിലും ഒരു പ്രഷർ ഇട്ടിട്ടോ ഒക്കെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ. ടെലിവിഷൻ അഭിമുഖങ്ങളിലോ ഇതിൽ പോലും ടെലിവിഷൻ ചാനലുകളിലൊക്കെ എന്നെ ഒരു 10 അഭിമുഖ പരിപാടിക്ക് വിളിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഓണത്തിന് പോകുന്നത്. അപ്പോൾ അത്ര ഞാൻ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അത് ഒന്നുണ്ട്, ഞാൻ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ഈ പറയാനൊന്നുമില്ല പുതിയ കാര്യങ്ങൾ, എന്തിനാ വെറുതെ ചപ്പള അടിക്കുന്നത്. 1. 2, ഞാൻ അങ്ങനെ ഇടിച്ചു കയറി ഒരിടത്തും പോകാറില്ല. ഇത് വലിയ കേമായതുകൊണ്ടല്ല, അതൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞു അപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പനെ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് അത്ര ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ ആയിരുന്നു. അല്ല, അദ്ദേഹം ബിസിനസ്മാൻ അല്ല എന്നുള്ളതല്ല, പക്ഷേ ഈ ബിസിനസ്സിൽ പാലിക്കേണ്ട ചില സിസ്റ്റംസും പ്രൊഫഷണലിസവും ഒക്കെ ഉള്ളതിനെ പുള്ളി ബൈപ്പാസ് ചെയ്ത് വ്യക്തിബന്ധങ്ങളും മറ്റു കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ കുറേ ഡിഫക്ട്സ് സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു സിസ്റ്റം നടക്കേണ്ട കാര്യങ്ങൾ സിസ്റ്റത്തിൽ പോകണം.
ഇപ്പോൾ ഒരു സർക്കുലേഷൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്നില്ലെങ്കിൽ അത് സമയത്ത് കസ്റ്റമറുടെ അടുത്ത് എത്താതെ വരും, അതിൻ്റെ വിറ്റ പൈസ തിരിച്ച് കിട്ടാതെ വരും, പൈസ പറ്റിച്ച ആളുകൾ പോകും, അവസാനം കൊടുക്കേണ്ടവർക്ക് കാശ് സമയത്ത് കൊടുക്കാൻ പറ്റാതാവും, അവർ നമുക്ക് സപ്ലൈ നിർത്തും, അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുത്ത ബാങ്കിൽ പൈസ കൃത്യസമയത്ത് അടയ്ക്കാതെ വരും, അവർ ജപ്തി നോട്ടീസ് അയക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വേറൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്. ഈ വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ വേറൊരാളുടെ കടക്കാരനായി മാറുന്നത് ശരിയല്ലെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ളൊരു ബലംപിടുത്തം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡിസിപ്ലിൻ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ആദ്യകാലത്ത് എൻ്റെ പിതാവിനുണ്ടായിരുന്നില്ല. ആദ്യകാലത്തിൽ ഇപ്പോഴും അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ താങ്കൾ എന്ത് കാര്യമാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അത് ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എവിടം വരെ പോകാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പനാണ് തുടങ്ങിയത്, പക്ഷെ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക തലത്തിലോട്ടൊക്കെ കൊണ്ടുപോയത് താങ്കളാണ്, അതിനെ പ്രൊഫഷണലൈസ് ചെയ്ത്. എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാദർ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവവിശേഷം കൊണ്ടും നയചാതുരിയും ആ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് അത് വളർന്നു വന്നത്. പക്ഷേ അത് നമുക്കറിയാം, ഇനീഷ്യലി ഒരു ഘട്ടം വരെ അങ്ങനെ പോവുകയുള്ളൂ. ഒരു പ്രസ്ഥാനം കൂടുതൽ വളരും തോറും പ്രൊഫഷണലിസം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹോട്ടൽ കോംപ്ലക്സ് ഭംഗിയായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു ചായക്കട ഒരു നാട്ടിൽ ഒരാൾ നടത്തുന്നു, അയാളുടെ ഭാര്യയും കൂടെ അടുക്കളയിൽ പണിയെടുക്കുന്നു, മക്കളാരെങ്കിലും വിളമ്പുന്നു, പാത്രം കഴുകാൻ ആ കുടുംബത്തിലെ ആളുകൾ, അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ പോകാം. പക്ഷെ അത് നാട്ടിലൊരു ചായക്കടയായിട്ട് നിൽക്കും. എന്നാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് അത് വളരുമ്പോൾ നിങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ഇത് വളരും. അവിടെ പ്രൊഫഷണലിസം വരണം. അവിടെ എപ്പോഴും ഏത് നേരത്തും ഇവിടെ വന്ന് താമസിക്കുന്ന 100 കണക്കിന് ഗസ്റ്റുകളുടെ സർവീസ് കൃത്യമാണെന്നും അവർക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നുണ്ടെന്നും ഫുഡിന് ക്വാളിറ്റി ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും ക്വാളിറ്റിയും ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സാമ്പത്തിക അച്ചടക്കവും എല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ടു എ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഇതാണ് ഒരു പ്രസ്ഥാനം വളരുമ്പം വേണ്ടത്. ഈ ഒരു വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു എൻ്റെ ദൗത്യം. മനസ്സിലായില്ലേ? എൻ്റെ പിതാവും എൻ്റെ മാതാവും ഒക്കെ കൂടെ ചേർന്ന് ഈ ചായക്കടക്കാരൻ എല്ലാ പണിയും ചെയ്തുണ്ടാക്കിയതുപോലെ തുടങ്ങിയതാണ് എൻ്റെ പ്രസ്ഥാനം. ആ തുടക്കം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അടിസ്ഥാനം. പക്ഷേ അതൊരു ചായക്കടയായി നിൽക്കാതെ അത് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ 10-18 ലക്ഷം കോപ്പികളിലേക്ക് വളർന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നതിന് പ്രൊഫഷണലിസവും ഈ പറഞ്ഞ വിഷനും ആവശ്യമായിരുന്നു. അത് കൊടുക്കലായിരുന്നു എൻ്റെ ദൗത്യം. ഓക്കെ, നമ്മളുടെ ഒരു കേരളത്തിലൊരു സംഭവമുണ്ട്, ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരുപാട് പേര് ചാടി വീഴും, അവസാനം എല്ലാവരും കൂടി കയറി ഇടികൂടും, മാർക്കറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ലേബർ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരുപാട് പേര് മത്സരത്തിനുണ്ടായെങ്കിൽ പോലും അതൊന്നും ഇപ്പോൾ ചിത്രത്തിൽ അങ്ങനെ കാണാറില്ല. എങ്ങനെയാണ് ഒരു അധികം മത്സരമില്ലാതെ ഇതിനെ, അല്ലെങ്കിൽ അധികം മത്സരം ഈ രംഗത്തേക്ക് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ ഒരു നമ്പർ 1 പൊസിഷനിൽ? അല്ല, മത്സരം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം മത്സരം ആദ്യകാലം മുതലുണ്ട്. എത്രയോ പ്രോഡക്ട്സ് എൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കുലേഷൻ കൂട്ടുക എന്ന ആക്ടിവിറ്റി, കോമ്പറ്റീറ്ററെ എലിമിനേറ്റ് ചെയ്യുക എന്ന ആക്ടിവിറ്റിയും കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് എൻ്റെ സർക്കുലേഷൻ കൂടുന്നത്. എനിക്കൊരു പുതിയ കോമ്പറ്റീറ്റർ വരുമ്പോൾ എനിക്കിഷ്ടമാണ്. കാരണം ഒരു കോമ്പറ്റീറ്റർ ഇല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫ് മുഴുവൻ ഐഡിയലാവും, എൻ്റെ സർക്കുലേഷൻ സ്റ്റാഫിന് ഒരു പണിയില്ല, അവരോട് എത്ര ഉപദേശിച്ചാലും ഒരു കാര്യം നടക്കില്ല എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കോമ്പറ്റീറ്റർ ഇത്ര ബുക്ക് സ്റ്റോളുകളിൽ ഇത്ര സ്കൂളുകളിൽ ഇത്രയും വിറ്റിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സർവേ ടീമുണ്ട്. ഇവർ പോയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ബുക്ക് സ്റ്റോളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ കയറി അവർ ഈ ഡേറ്റ എനിക്ക് കൊണ്ടുതരും. ഒരു ഇൻ്റലിജൻസ് ടീമാണ്, എനിക്ക് മാർക്കറ്റ് ഇൻ്റലിജൻസിൻ്റെ ഒരു ടീമുണ്ട്. അവർ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് തരുന്നത്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേ അല്ല. ഞാൻ ലിസ്റ്റ് അങ്ങ് എടുത്ത് കൊടുക്കും. കോട്ടയം ടൗണിൽ ഇന്ന ബുക്ക് സ്റ്റോളിൽ ലേബറിൻ്റെ ഇത്ര എണ്ണം വിൽക്കുന്നു, പുതിയതായിട്ട് വന്നിരിക്കുന്ന കോമ്പറ്റീറ്റർ ഇത്ര വിൽക്കുന്നു, എനിക്ക് അടുത്ത മാസം ആ കോമ്പറ്റീറ്ററെ റീപ്ലേസ് ചെയ്ത് അവിടെ ലേബറിൻ്റെ ഇത്ര വിറ്റിരിക്കണം. ഇതാണ് എൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ്. അവനത് എങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ട് വരും അടുത്ത മാസം. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സർക്കുലേഷൻ കൂടുകയാണ്. 2 ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്. അവിടെ നിന്ന് ആ കോമ്പറ്റീറ്റർ അങ്ങ് മാറും, ലേബറിൻ്റെ അവിടെ വിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു നിരന്തര ഫൈറ്റാണ്, ഇതൊരു യുദ്ധമാണ്. മാർക്കറ്റിങ്ങിൽ നിങ്ങൾ മിടുക്കനാവണമെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ്. നിങ്ങൾ കോമ്പറ്റീറ്ററെ കൊന്നുകൊണ്ടേയിരിക്കണം. കോമ്പറ്റീറ്റർ നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയായിട്ടൊന്നും കൂട്ടണ്ട. ക്വാളിറ്റിയുള്ള നമുക്ക് പ്രതിബദ്ധത ആരോടാണ്? കോമ്പറ്റീറ്ററോടല്ല, കസ്റ്റമറോടാണ്. ഞാൻ എൻ്റെ ആളുകളോട് പറയുന്ന കാര്യം ഇതാണ്, ദ ബെസ്റ്റ് പ്രോഡക്റ്റായിട്ട് ലേബറിൻ്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ആയിട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതിന് കസ്റ്റമർ വാങ്ങി ഉപയോഗിക്കണം. ഒറിജിനൽ തന്നെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോരെ? ഈ ഇറങ്ങിയതല്ല ലേബറിൻ്റെ കോപ്പിയാണല്ലോ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. ഒറിജിനൽ കിട്ടാത്തത് കൊണ്ടല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. സോ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു സീ ദാറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഈസ് ഇറാഡിക്കേറ്റഡ് ഫ്രം ദ മാർക്കറ്റ്. ഒറിജിനൽ മതി.
ഈ വളർച്ചയിൽ എപ്പോഴെങ്കിലും പുറത്തു നിന്നുള്ള ഒരു കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ വേറെ കൺസൾട്ടൻസികളുടെയൊക്കെ സേവനം തേടിയിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ട്. അതായത് എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നയാളാണ്. ഞാൻ പഠിച്ചത് മാധ്യമപ്രവർത്തനമാണ്, പ്രത്യേകിച്ച് ടെലിവിഷൻ വിഷ്വൽ മീഡിയ ആണ് എൻ്റെ ഇഷ്ടം. അവിടെ ബിസിനസ്സിൻ്റെ പ്രൊഫഷണൽ വഴികൾ എങ്ങനെ, ലോക നിലവാരത്തിൽ ബിസിനസ് എങ്ങനെ പോകുന്നു, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെ, ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് പല കാലഘട്ടത്തിൽ ഞാൻ അവിടേക്ക് കൊണ്ടുവന്ന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആണ്. അവർ വരുന്നു, അവർ ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും ചിലർ വരിക, ചിലപ്പോൾ ഏതാനും ട്രെയിനിങ് പ്രോഗ്രാമുകൾ മാത്രമായിരിക്കാം. അപ്പോൾ അവർ വമ്പൻ കമ്പനികൾക്കൊക്കെ, ഞാനെപ്പോഴും നോക്കുന്ന ഒരു ട്രെയിനറെ എടുക്കുമ്പം അയാൾ രാജ്യത്തെ ഏറ്റവും നല്ല 10 കമ്പനികൾക്കെങ്കിലും ട്രെയിനിങ് എടുത്തവരായിരിക്കണം. എങ്കിലേ അവരുടെ കുറേ ടെക്നിക്കുകളിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അവരിലൂടെ നമുക്ക് കിട്ടുന്നത്, ഉദാഹരണത്തിന് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും വലിയൊരു കമ്പനിയുടെ കൺസൾട്ടൻ്റ് ആയിരിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ കൺസൾട്ടൻ്റ് ആകുമ്പോൾ അയാൾ എനിക്ക് കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ്. അങ്ങനെയാണ് ഞാനും വളരുന്നത്. അല്ലാതെ എനിക്ക് ടാറ്റ ഗ്രൂപ്പിൽ പോയി പണിയെടുക്കാൻ പറ്റില്ല, അവിടുന്ന് ആശയം കിട്ടുകയില്ല, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ഒരു കൺസൾട്ടൻറ്റിനെ എനിക്ക് കൺസൾട്ടൻ്റായിട്ട് കിട്ടുമ്പോൾ ഞാൻ പുതിയ ടെക്നോളജികൾ പഠിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഗ്രോ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളിൽ ആസൂത്രണങ്ങളിൽ ഇടപെടാൻ പറ്റും. ഇത് ഇടപെട്ടിട്ടുണ്ടോ, ഇടപെടാൻ പറ്റുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡിൽ ഈ ബജറ്റിൽ ഉൾപ്പെടുന്ന പ്രോജക്റ്റുകൾക്ക് അതിൽ ഓരോ വകുപ്പിലും ആ വകുപ്പിലെ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പ്രൊപ്പോസ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ നമ്മുടെ മുമ്പിൽ വരിക ചെയ്യുന്നത്. അതിൻ്റെ ഗുണദോഷങ്ങൾ അനലൈസ് ചെയ്യുകയും ആ പ്രോജക്റ്റ് ആ മട്ടിലാണോ നടപ്പാക്കേണ്ടത്, വേറെ ഏതെങ്കിലും രീതിയിൽ നടപ്പാക്കാൻ സാധ്യതകളുണ്ടോ എന്നുള്ളത് അഡ്വൈസ് ചെയ്യുകയും പിന്നെ നമ്മുടേതായ പദ്ധതികൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യലാണ് പ്ലാനിംഗ് ബോർഡിൽ നമ്മൾ നടക്കുന്നത്. എന്നാൽ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം നടത്തണോ വേണ്ടയോ എന്ന് ഇപ്പോഴും തീരുമാനിക്കുന്നതാരാ? പ്ലാനിംഗ് ബോർഡ് മെമ്പേഴ്സിന് അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല. അത് ആ മന്ത്രിയും ആ മന്ത്രിയുടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിസഭയും ഒക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത്, അത് വേണോ വേണ്ടയോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ഈ ഞാൻ പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ പറയാറുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു ഈ ടൂറിസം മന്ത്രി, പുതിയ ടൂറിസം മന്ത്രിയായിട്ടുള്ള താങ്കളുടെ സംവാദവും ആശയങ്ങളും കാരവൻ ടൂറിസം പോലെയുള്ള പുതിയ പ്രോഡക്റ്റുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അതിന് ശേഷം ആ ഒരു ടെമ്പോ, ആ ഒരു ഇത് നിലനിർത്താനായിട്ട് പറ്റിയിട്ടില്ല. ഒരു നിരാശയുണ്ട്. എന്തുകൊണ്ടാണ് അത് ടൂറിസം രംഗത്ത് നമുക്കിപ്പോഴും കേരളത്തിന് വിചാരിച്ച പോലെ മുന്നേറാൻ പറ്റാത്ത? ആശയങ്ങളുടെ കുറവല്ല, താങ്കളടക്കമുള്ള ഒരുപാട് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഈ ടൂറിസം എന്ന് പറയുന്നത് ഒരു 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 ഇൻഡസ്ട്രിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ അതെന്ത് തരം ഇൻഡസ്ട്രിയാണ്? അത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ് അല്ലേ? നിങ്ങളൊരു ടൂറിസ്റ്റായിട്ട് എവിടെയെങ്കിലും പോകുന്നത് സർക്കാരിൻ്റെ, ഇപ്പോൾ ഒരു സർക്കാർ ഒരു ആശുപത്രി പണിതാൽ, അത് എവിടെ പണിതാലും ഏത് രൂപത്തിലുള്ള കെട്ടിടം പണിതാലും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചികിത്സിക്കേണ്ടി വരും ഇല്ലേ? എന്നാൽ ഒരു ടൂറിസ്റ്റ് റിസോർട്ടിൽ അങ്ങനെ ഒരു നിർബന്ധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അതല്ലേ മറ്റേത്, അല്ലെങ്കിൽ ഈ രാജ്യമല്ലേ മറ്റൊരു രാജ്യം. ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിന് കേരളത്തിലേക്ക് തന്നെ വരണമെന്നൊരു നിർബന്ധവുമില്ല. അവർക്ക് ശ്രീലങ്ക ആണെങ്കിലും മതി, മാൽദീവ്സ് ആണെങ്കിലും മതി. അപ്പോൾ എന്താണ് അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നത്? മാൽദീവ്സിലെ റിസോർട്ടുകൾ നമ്മൾ ആകാശത്ത് നിന്ന് കണ്ടാൽ, മാൽദീവ്സിലെ ഐലൻഡുകൾ നമ്മൾ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും അങ്ങോട്ട് പോകാൻ. മലേഷ്യയിലെ, ഇന്തോനേഷ്യയിലെ, ബാലിദ്വീപിലെ സമാനമായ, കേരളത്തിൻ്റെ സമാനമായ ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളാണ് ഞാനീ പറയുന്നത്. അവിടെ ക്രിയേറ്റിവിറ്റിയും കൂടെ ചേർന്ന്, അത് അവിടെ ഗവൺമെൻറ് അല്ല എല്ലാം ചെയ്യുന്നത്. ഈ മാൽദീവ്സിലെ ഒരു പ്രോപ്പർട്ടിയും ഗവൺമെൻറ്റിൻ്റേതല്ല, സ്വകാര്യ വ്യക്തികളുടേതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത്തരം പദ്ധതികൾ പലതും ഞാനും പ്ലാനിംഗ് ബോർഡിൽ മന്ത്രിയായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഗവൺമെൻറ് ഇത് നടപ്പാക്കലല്ല ഗവൺമെൻറ് ജോലി. ഗവൺമെൻറ് നല്ല മിടുക്കന്മാരായ സംരംഭകർക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് സ്വതന്ത്രമായിട്ട് റിസോർട്ടുകൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ കേരള സ്വർഗമാവും. ടൂറിസത്തിലൂടെ എല്ലാ പ്രോജക്റ്റുകളും സർക്കാരല്ല നടത്തേണ്ടത്. സർക്കാർ നടത്തിയ പ്രോജക്റ്റുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രിയേറ്റിവിറ്റിയും ഈ സൗന്ദര്യബോധവും ഒക്കെ ഉണ്ടാവണം. നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അത് നമുക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് അല്ലേ? ഇപ്പോൾ ഞാൻ പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറായിരിക്കുകയും ടൂറിസത്തിൻ്റെ ചുമതലയുള്ള ഒരു മെമ്പറായിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അല്ലെങ്കിലും, കൊച്ചിയിൽ ബോൾഗാട്ടി ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡുണ്ട്. അവിടെ KTDCയുടെ വകയായിട്ടുള്ള ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നൊരു ഹോട്ടലുമുണ്ട്. തൊട്ടടുത്ത് തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡ് ഹയത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലുമുണ്ട്. രണ്ടിടത്തും ഒരു ചായക്ക് ഏതാണ്ട് ഒരേ നിരക്കാണ്. എവിടെയായിരിക്കും നിങ്ങൾ പോവുക? ഫസ്റ്റ് പ്രയോറിറ്റി എന്തുകൊണ്ട്? ഇതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ആർക്ക് മനസ്സിലാകേണ്ട? പലർക്കും മനസ്സിലായിട്ടില്ല ഈ വ്യത്യാസം എന്താണെന്ന്.
ആ വ്യത്യാസം ഈ പറഞ്ഞ ബോൾഗാട്ടി പാലസിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സർക്കാർ നടത്തുന്ന ടൂറിസം വിജയിക്കൂ. നമ്മൾ ഔദാര്യം വാങ്ങാൻ പോയി റേഷൻ കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ നമുക്ക് ബോൾഗാട്ടി പാലസിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരാവശ്യം ആൾക്കില്ല. റേഷൻ കടയിൽ വന്ന് നിൽക്കുന്ന റേഷൻ കിട്ടുന്നതുകൊണ്ടാണ്. ബോൾഗാട്ടി പാലസ് വന്നിരിക്കുന്ന റേഷൻ മേടിക്കാനല്ല. ഇത് അവിടെയുള്ളവർക്കെല്ലാം ബോധ്യം വരണം. ആ ബോധ്യം വരാത്രത്തോളം കാലം ഒന്നും നടക്കില്ലെന്നല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്വകാര്യ സംരംഭകർക്കുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രം മതി. കേരളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോഴും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ് കേരളത്തിൽ. അതിൻ്റെ കാരണം നമ്മൾ ഭയപ്പെടുത്തുന്നുണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ട്. പഴയ പല ചരിത്രങ്ങളും ഓർത്തിട്ടായിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഗവൺമെൻറ് നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയാണ് കേരളം. പക്ഷേ പഴയ ഓർമ്മ വെച്ചിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഭയമാണ്. ഇപ്പോൾ കേരളം അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു 3 കാര്യം പറയാൻ പറ്റും? ഇല്ല, അങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. എല്ലാ മേഖലയിലും എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ നമ്മുടെ ഗതാഗത മേഖല, ഇപ്പോൾ റോഡ് നിയമങ്ങൾ അല്ലെങ്കിൽ അതനുസരിക്കുന്ന രീതി, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, തൊഴിലിൻ്റെ സാഹചര്യങ്ങൾ, വ്യവസായ നയങ്ങൾ, അങ്ങനെ എടുത്താൽ എവിടെയെല്ലാം ഉണ്ട് നമുക്ക് പരിഷ്കാരങ്ങൾ ആവശ്യമുള്ളത്. പക്ഷേ ആ പരിഷ്കാരങ്ങളൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്, ഇപ്പം ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളും മറ്റ് മന്ത്രിമാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പം ഇവരൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ഈ മാറ്റം വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. കേരളത്തിലൊരു അത്ഭുതം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ആണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ള ഒരാളെ പ്ലാനിംഗ് ബോർഡിൽ എന്തിനവരെടുക്കണം? ഒരു ഇൻഫ്ലുവൻസും എനിക്കില്ല ഇവരുടെ മേൽ. ഇവർക്കൊരു ബാധ്യതയില്ല എന്നെ എടുക്കേണ്ടത്. എന്നെപ്പോലെ ഒരാളെ എടുത്ത് പ്ലാനിംഗ് ബോർഡിൽ വെച്ചെങ്കിൽ അത് ഏറ്റവും സതുദ്ദേശപരമായിട്ടായിരിക്കാനല്ലേ സാധ്യത. അല്ലാതെ എന്തിനെന്നെ എടുക്കണം? അപ്പോൾ അത്ര നല്ല ഉദ്ദേശശുദ്ധി ഇവർക്കുണ്ടെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനുണ്ട്, മന്ത്രിമാർക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന വേഗതയിൽ പോകുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ പരിഹരിക്കേണ്ട പ്രധാന പ്രശ്നം. അത് ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയും സ്പീഡും വർദ്ധിപ്പിക്കാൻ കാലാനുസൃതമായ ഭരണ പരിഷ്കാരം നമ്മുടെ ബ്യൂറോക്രസി ഉൾപ്പെടെയുള്ള മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മുടെ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് പണം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖജനാവിലേക്ക് പണം വരാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ജോലിയും വരുമാനവും ഒക്കെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഏതാണ്? ടൂറിസമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരുമാന മാർഗമാണോ? ടൂറിസം അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പക്ഷേ ടൂറിസം വളരണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളും സമൂഹവും ഒക്കെ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മളുടെ നിയമങ്ങളും നമ്മളുടെ ഡിസിപ്ലിനും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റില്ല. റഷ്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റിനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണം, ഞങ്ങൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ വസ്ത്രം കഴിച്ചോണം എന്ന് വാശി പിടിച്ചാൽ അവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, വസ്ത്രം ധരിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ എങ്ങനെയാണോ ഇഷ്ടമുള്ളത് കഴിയുന്ന സ്ഥലത്തേക്ക് അവൻ പോകും. ടൂറിസം നമ്മൾ കരുതേണ്ടത് വരുന്ന ഗസ്റ്റ് എന്താഗ്രഹിക്കുന്നോ, ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലാതെ അഴിഞ്ഞാടാൻ വിടണമെന്നല്ല പറഞ്ഞാൽ. അതൊന്നും ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളീ പോയ സ്ഥലങ്ങളിലൊക്കെ അഴിഞ്ഞാടുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ അതൊന്നും വ്യാപകമായിട്ട് എല്ലായിടും അങ്ങനെയല്ല ടൂറിസത്തിൽ വളർന്നിരിക്കുന്നത്. അതിപ്പോൾ കണ്ടതുകൊണ്ടാണല്ലോ ഒരു 15 കൊല്ലം മുമ്പുള്ള ടൂറിസത്തെക്കുറിച്ചുള്ള മനോഭാവമല്ലല്ലോ ഇന്ന് പൊതുസമൂഹത്തിനുള്ളത്. അവരും ലോകം കാണാൻ തുടങ്ങിയപ്പോൾ അവർക്കും മനസ്സിലായി. കേരളത്തിലെ പുതിയ തലമുറ എത്രയോ വിദേശ രാജ്യങ്ങൾ കാണുന്നതാണ്. അവരൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ അവർക്ക് ധാരണയുണ്ടല്ലോ എന്താണ് ടൂറിസം എന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരൊക്കെ പറഞ്ഞിരുന്നത് കേരളം ഒരു തായ്ലൻഡായി മാറും ടൂറിസം വളർന്നാണെന്നാണല്ലോ. അതൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ആകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. തായ്ലൻഡ് പോലെ ആകണമെന്ന് ഞാൻ തീരുമാനിക്കണം, എൻ്റെ വീട്ടിലുള്ളവർ തീരുമാനിക്കണം. തായ്ലൻഡിലെ പോലെ ഞാൻ ആകണോ വേണ്ടോ എന്നുള്ളത്. ആദ്യം ഇത്രയും കൊല്ലം വിദ്യാഭ്യാസം നടത്തിച്ചിട്ടും ആകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ ബോധത്തിൻ്റെയും കുടുംബ പശ്ചാത്തലത്തിൻ്റെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. ആ കുടുംബ പശ്ചാത്തലം വിദ്യാഭ്യാസം ഉള്ളവരൊന്നും തായ്ലൻഡ് പോലെ ആകാൻ അവൻ്റെ പെങ്ങന്മാരെയും മക്കളെയും ഒന്നും വിടില്ല. അതാണ് കാര്യം. അപ്പോൾ അത് നമ്മുടെ മൂല്യബോധമാണ് നമുക്ക് തരേണ്ടത്. ആ മൂല്യബോധം കൊടുക്കല കുടുംബങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഏത് പരിപാടിക്കും ഇറങ്ങാം. ഇത്രയോ ആളുകൾ സർവീസ് മേഖലയിൽ നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നു. അവരൊന്നും നിയന്ത്രണം വിട്ട് പോകുന്നില്ലല്ലോ. ഏതൊക്കെ സർവീസ് മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാരികളും ജോലി ചെയ്യുന്നു. ടൂറിസമാണോ നമ്മുടെ ടൂറിസം ഒരു പ്രധാന മേഖലയാണ്. വേറെ മേഖല വിദ്യാഭ്യാസം. കാരണം കേരളം പണ്ടേ ആവേണ്ടിയിരുന്നതാണ്. വിദേശ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലോക ഹബ്ബാക്കി മാറ്റണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വർഷങ്ങളിൽ കേരളത്തിൽ നിന്ന് എത്രയോ ലക്ഷം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു. അതായത്
UK എന്ന് പറയുന്ന രാജ്യത്തിന് വിദ്യാഭ്യാസം എത്ര കോടി രൂപയാണ് ഓരോ വർഷം കൊണ്ട് കൊടുക്കുന്നത് അങ്ങോട്ട്? എന്തുകൊണ്ട് അറബി രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, മാൽദീവ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്ക് നമുക്കുണ്ടാക്കിക്കൂടാ? ലോക നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയൊരു സാധ്യതയാണ്, വലിയൊരു ബിസിനസ് വരുമാന സാധ്യതയാണ്. ഹെൽത്ത്, കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ തന്നെ എറണാകുളത്തെ പല ഹോസ്പിറ്റലുകളിൽ അറബി നാടുകളിൽ നിന്ന് ധാരാളം ആളുകൾ ചികിത്സിക്കാൻ വരുന്നുണ്ട്. ഇത് വ്യാപകമാക്കാം. കാരണം ഇവിടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണം, അവിടെ നിയമങ്ങൾ കുറേയും കൂടെ വ്യക്തതയുള്ളതാക്കണം. IT, നമ്മുടെ IT പാർക്കുകളിൽ എത്രയോ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അത് വലിയ തോതിൽ വളരുന്നുണ്ട്. പക്ഷേ അതേ കുറേയും കൂടെ വിപുലീകരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ IT വേണ്ടി കൃത്യമായ ഒരു 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 വൈബ്രൻ്റായ ഒരു IT മാനേജ്മെൻറ്റ് നമുക്ക് വേണം ഇവിടെ കുറേ കൂടെ വൈബ്രൻ്റായി. ഇപ്പം ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഈ IT അല്ലേ കർണാടകമാക്കി മാറ്റിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ. ആ മട്ടിൽ ഉള്ളൊരു വളർച്ച നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ വളരുന്നില്ലെന്നല്ല, വളർച്ചയുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ വ്യാപകമായ അഗ്രികൾച്ചറല്ല, ഈ ഇസ്രായേലൊക്കെ ചെയ്യുന്നത് പോലെ വളരെ ബ്രില്യൻ്റായ അഗ്രികൾച്ചറിൻ്റെ സാധ്യതകളുണ്ട് നമുക്ക്. 1000 ഏക്കറിൽ നെല്ല് കൃഷി ചെയ്യുന്നതിന് പകരം 1 ഏക്കറിൽ നിന്ന് എങ്ങനെ 200 ഏക്കറിലെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന അഗ്രികൾച്ചർ ടെക്നോളജി വളർത്തി ടെക്നോ ഫാമിംഗ് എന്ന് പറയുന്ന മേഖലകളിലേക്ക് നമുക്ക് സാധ്യതകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ടെക്നോളജിയെ ആശ്രയിച്ച് നമ്മൾ അതിന് പറ്റുന്ന ജനവിഭാഗം ബ്രില്യൻ്റായ ആളുകൾ ഏത് ടെക്നോളജി നമുക്ക് വഴങ്ങും, അവിടെ ഈ ആളുകളെ ഫാമിങ്ങിൻ്റെ പഴയ കാളപൂട്ടി ഇന്നും പഴയ പോലെ തന്നെ കാളപൂട്ടി 1000 ഏക്കർ വിതച്ച് അത് വെയിലും കൊണ്ട് ഞാറും നട്ട് അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റത്തിലേക്ക് വരണം. അതിന് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർമാരെ, കൃഷി ഓഫീസർമാരെ ഉൾപ്പെടെയുള്ളവരെ അവർ ഈ പറഞ്ഞ എങ്ങനെ ഉഴപ്പാമെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമാണെന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുമ്പോഴും അല്ലാതെ ചില ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. നമ്മളെങ്ങനെ ഒരു സെമിനാറിൻ്റെ പേര് പറഞ്ഞ് 4 ദിവസം ഓഫീസിൽ നിന്ന് മുങ്ങാമെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു TA പാസ്സാക്കാൻ വേണ്ടി എങ്ങനെ മരങ്ങാട്ടൂരിലെ അഗ്രികൾച്ചർ ഓഫീസർക്ക് എങ്ങനെ കോട്ടയത്ത് പോയി ഇന്നത്തെ ഒരു ദിവസം ഓഫീസ് അടച്ചിടാം എന്നാണ് ചിന്തിക്കുന്നത്. ടാർഗറ്റുകൾ കൊടുക്കണം. ആ അഗ്രികൾച്ചർ ഓഫീസറുടെ കീഴിലുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരു വർഷം ഇത്ര കിലോ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരിക്കണം, അതിൻ്റെ ടാർഗറ്റ് ഇയാൾക്ക് കൊടുക്കണം. ബാക്കി ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. സർക്കാർ എന്തിനാണ് ഇത്രയും അഗ്രികൾച്ചർ ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നത്? അപ്പോൾ അഗ്രികൾച്ചർ പോലും പ്രൊഫഷണലാക്കി, മോഡേണാക്കി, ത്രില്ലിംഗ് ആക്കി മാറ്റണം. ത്രില്ലിംഗ് ആക്കാം ഇതൊക്കെ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൃഷി ത്രില്ലിംഗ് ആണ്, പക്ഷെ അതിനുള്ള സ്ഥലവും സൗകര്യവും അതിനുള്ള ടെക്നോളജിയും കയ്യിലില്ല. എത്രയോ ചെറുപ്പക്കാർ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇന്ന് പഴയതുപോലെ കൃഷി ചെയ്താൽ കുറച്ചിലാണെന്നുള്ള ചിന്തയൊന്നുമില്ല, അല്ലേ? ഒരു എഞ്ചിനീയർ ആ ജോലി രാജിവെച്ചിട്ട് കൃഷി ചെയ്താൽ അവനെ ആളുകൾ കൈയടിക്കുന്ന ഒരു കാലത്തേക്ക് കേരളം മാറി. അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. എന്തിനേറെ സ്പോർട്സിൽ പോലും നമുക്ക് സാധ്യതകളുണ്ട്. സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എത്ര കോടി വിദ്യാർത്ഥികളുണ്ട്, എത്രയായിരം സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലേക്കെല്ലാം വേണ്ട ഫുട്ബോളും വോളിബോളും ബാസ്ക്കറ്റ് ബോളും ഹോക്കി സ്റ്റിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി നമുക്ക് തുടങ്ങിക്കൂടെ? ചെറിയ ഇൻഡസ്ട്രിയാണ്, അതിനുള്ള കോട്ടേജ് ഇൻഡസ്ട്രി പോലെ ചെയ്യാവുന്നതാണ്. അത് സ്പോർട്സും പ്ലാനിംഗ് ബോർഡിൽ ഞാൻ വഹിക്കുന്ന ചുമതലയുള്ള ഒരു വകുപ്പാണ്. അവിടെ സ്പോർട്സ് മിനിസ്റ്റർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്താൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് നടപ്പാകുന്നിടത്ത് കുറച്ചുകൂടെ സ്പീഡ് ആകേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളുടെ സർവ്വ മേഖലയും കേരളത്തിന് സാധ്യതയുള്ളതാണ്. വലിയ ഇൻഡസ്ട്രികൾ, ആകാശത്തേക്ക് പുകക്കുഴൽ നീട്ടിവെച്ച് പുക തുപ്പുന്ന ഫാക്ടറികൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ബ്രില്യൻ്റായ സ്മാർട്ട് പ്രൊഡക്ഷൻ്റെ സാധ്യതകൾ നമുക്ക് അനന്തമാണ്. സമൂഹത്തിന് എന്ത് വേണമെന്ന് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് ഒരു സംരംഭകൻ്റെ ജോലി. സമൂഹം മാറിക്കൊണ്ടേയിരിക്കുക. ആ മാറുന്ന സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നവൻ വിജയിക്കും. ഉപദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മലയാളിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇവർ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആരെയെങ്കിലും ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അന്യമതസ്ഥരെ ഉപദേശിക്കും, നിൻ്റെ മതം നന്നാക്ക്, നിൻ്റെ മതം ശരിയല്ല, നീ കുറച്ചുകൂടെ നന്നാവൂ എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളെ ഉപദേശിക്കും, അല്ലെങ്കിൽ മക്കളെയെങ്കിലും ഉപദേശിക്കും. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഉപദേശിക്കും, ഭർത്താവാണെങ്കിൽ ഭാര്യയെ ഉപദേശിക്കും. നമ്മുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഉപദേശമാണ്.